സോ നമ്മൾ ന്യൂട്രീഷൻ ആണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയ. ഹോളോഫൈറ്റിക് ഉണ്ട്. ഹോളോഫൈറ്റിക് ഫോംസ് ആണ് സ്വന്തമായിട്ട്, അതായത് ഫോട്ടോസിന്തസിസ് നടത്തി സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന, ഫുഡ് ഉണ്ടാക്കുന്നവയാണ് ഹോളോഫൈറ്റിക് ഫോംസ്. സാപ്രോസോയിക് ഫോം ഒന്നെങ്കിൽ ഡെഡ് ഡീക്കേയിങ് ഫോംസിനെ ഫീഡ് ചെയ്യുന്നവയാണ് സാപ്രോസോയിക് എന്ന് പറയുന്നത്. ഡെഡ് ഡീക്കേയിങ് ഫോംസ് ആസിഡ് കഴിക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് റിലീസാകുന്ന ന്യൂട്രിയൻസ്, ഡെഡ് ഫോംസിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന എൻവയൺമെൻറ്റിലുള്ള ന്യൂട്രിയൻസ് ഫീഡ് ചെയ്യുന്ന ഫോംസ് സാപ്രോസോയിക് ഗണത്തിൽപ്പെടുത്താം. ഹോളോസോയ് എൻറ്റയർലി റെഡിമെയ്ഡ് ഫുഡ് ഫീഡ് ചെയ്യുന്ന, വേറെ കുഞ്ഞു ജീവികളെ ഫീഡ് ചെയ്യുന്നവയാണ് ഹോളോസോയിക് ഫോംസ്. അപ്പോൾ ഹോളോസോയിക് ഫോംസിന് അതിന് വേണ്ട പ്രത്യേക സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. ഫുഡ് ക്യാപ്ചറിന് സഹായിക്കുന്ന ഓർഗനൽസ് ആയ മൗത്തിന് സിമിലർ ആയിട്ടുള്ള സൈറ്റോസോം, പിന്നെ ഫുഡ് ക്യാപ്ചറിന് ആംസിന് അനലോഗസ് ആയിട്ടുള്ള ടെൻഡക്കിൾസ് എല്ലാം കാണും. അതുപോലെ ഹോളോഫൈറ്റിക് ഫോംസിന് ഡെഫിനറ്റ്ലി അതിന് ഫോട്ടോസിന്തറ്റിക് പിഗ്മെൻ്റ് ആവശ്യമാണ് സിന്തസിസിന് വേണ്ടി. സോ ക്ലോറോഫിൽ പ്രസൻ്റ് ആയിരിക്കും. അതിന് മുന്നേ നമ്മളൊരു പോയിന്റ് പറഞ്ഞില്ലായിരുന്നു, കോൺട്രാക്റ്റൈൽ വാക്യൂൾസ്. കോൺട്രാക്റ്റൈൽ വാക്യൂൾസ് പ്രോട്ടിസ്റ്റുകളിൽ കാണാറുണ്ട്. ഇവിടെ ഈ കാണിച്ചേക്കുന്ന ഈ ബ്ലാക്കിൽ പോയിന്റ് ചെയ്തേക്കുന്ന ആ സ്പോട്ടാണ് കോൺട്രാക്റ്റൈൽ വാക്യൂൾ എന്ന് പറയുന്നത്. കോൺട്രാക്റ്റൈൽ വാക്യൂളിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ദേ ആർ ഇൻവോൾവ് ഇൻ ഓസ്മോ റെഗുലേഷൻ, അതായത് വാട്ടർ കണ്ടൻറ്റ്, ബോഡിയിലെ വാട്ടർ കണ്ടൻറ്റ് നിയന്ത്രിക്കുന്ന പ്രിൻസിപ്പൽ ഓർഗനൽസ് ആണ് ഈ പറഞ്ഞ കോൺട്രാക്റ്റൈൽ വാക്യൂൾ എന്ന് പറയുന്നത്. സെല്ലിൻ്റെ ഉള്ളിൽ കണ്ടമാനം വെള്ളം കയറി പറ്റിയ എക്സസ് ആയിട്ടുള്ള വെള്ളത്തിനെ പുറന്തള്ളുകയാണ് ഈ പറഞ്ഞ ഓർഗനലിൻ്റെ പണി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ഫിനോമിന പ്രോട്ടിസ്റ്റുകളിൽ കാണുന്ന അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ട്രെയ്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ് എൻസിസ്റ്റ്മെൻറ്റ്. എൻസിസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു ഫിനോമിന പ്രോട്ടിസ്റ്റുകളിൽ കണ്ടുവരുന്നുണ്ട്. എൻസിസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിന് അഡ്വേഴ്സ് ആയിട്ടുള്ള കണ്ടീഷൻസ് വരുമ്പോഴത്തേക്കും, അതിന് ഫേവറബിൾ അല്ലാത്ത, അനുയോജ്യമല്ലാത്ത കാലാവസ്ഥയിലൂടെ അത് കടന്നു പോകുമ്പോഴത്തേക്കും, ചിലപ്പം വരൾച്ചയുടെ സമയമാകാം, കണ്ടമാനമുള്ള ചൂടായിരിക്കാം, വെള്ളം ഇല്ലാത്ത ഒരു അവസ്ഥയായിരിക്കാം, ഇങ്ങനെയൊക്കെയുള്ള കണ്ടമാനം എക്സ്ട്രീം തണുപ്പായിരിക്കും, ഇങ്ങനെയൊക്കെയുള്ള സമയം വരുമ്പോഴത്തേക്ക് ഇത് ഡോർമെൻറ്റ് സ്റ്റേറ്റിലേക്ക്, ഡോർമെൻസിയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം എങ്ങനെയാണ് ഇത് ഡോർമെൻസിയിലേക്ക് പോകുന്നത്? ഇതിൻ്റെ പുറത്തൊരു വലിയ തോട് അല്ലെങ്കിൽ സിസ്റ്റുകളായിട്ട് ഇത് മാറി, ഒരു വലിയ തോട് ഇതിൻ്റെ പുറത്ത് ഇത് സെക്രീറ്റ് ചെയ്ത് ആ സിസ്റ്റുകളുടെ ഉള്ളിൽ ഇത് സ്പോസായിട്ട് ഒതുങ്ങി ഇങ്ങനെ ഉറങ്ങിയിരിക്കും. ഓക്കെ, ഇനാക്റ്റീവായിട്ടിരിക്കും. എപ്പോഴാണോ അതിന് അനുയോജ്യമായ കാലാവസ്ഥ വരുന്നത്, അതിന് പ്രോബ്ലം ഉണ്ടാക്കുന്ന സിറ്റുവേഷൻസ് എപ്പോഴാണോ മാറുന്നത്, പ്രോബ്ലം ഉദ്ദേശിക്കുന്നത് എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സാണ് കേട്ടോ. എൻവയൺമെൻറ്റൽ കണ്ടീഷൻസ് എപ്പോഴാണോ ഫേവറബിൾ ആവുന്നത്, അപ്പോൾ അത് പുതിയൊരു ജനറേഷനായിട്ട് അത് സ്പ്രൗട്ട് ചെയ്ത് വരുന്നു. അതിനാണ് എൻസിസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ സിസ്റ്റിൻ്റെ ഉള്ളിൽ അൺഫേവറബിൾ കണ്ടീഷൻ വരുമ്പോഴത്തേക്കും, എൻവയൺമെൻറ്റ് വരുമ്പോഴത്തേക്കും സിസ്റ്റിൻ്റെ ഉള്ളിൽ കയറി ഡോമൻ്റ് ആയിട്ടിരിക്കുന്നതിനാണ് എൻസിസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. We didn't mention this point. Structural support. ഇന്ന് സ്ട്രക്ചറൽ സപ്പോർട്ടായിട്ട് പ്രോട്ടിസ്റ്റുകൾക്ക് ചിലതിന് എൻഡോസ്കെലറ്റൻ, ബോഡിയുടെ ഉള്ളിലായിരിക്കാം ഒരു സ്കെലറ്റൽ ഒരു സപ്പോർട്ട് മെക്കാനിസം കാണുന്നത്, ചിലതിന് ബോഡിയുടെ പുറത്തായിരിക്കാം കാണുന്നത്. പുറത്താണ് ആണ് സ്ട്രക്ചറൽ സപ്പോർട്ട് ഉള്ളെങ്കിൽ നമ്മളതിനെ എക്സോസ്കെലറ്റൻ ഉണ്ട് എന്ന് പറയുന്നു, അല്ലെങ്കിൽ എൻഡോസ്കെലറ്റൻ ഉണ്ട് എന്ന് പറയുന്നു. ചിലതിന് നേക്കഡ് ബോഡി ആയിരിക്കും, എന്ന് വെച്ചാൽ അതിന് പ്രത്യേക കവറിങ്ങോ അങ്ങനെയൊന്നുമില്ല, എക്സ്ട്രാ ഒരു എൻവലപ്പ് കവറിങ് ഒന്നും കാണില്ല, അങ്ങനെയുള്ളതിന് നേക്കഡ് ഫോംസ് എന്ന് പറയുന്നു. പിന്നെ ടെസ്റ്റ് ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും, ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഹൗസ്, ഒരു ഹൗസിൻ്റെ ഉള്ളിൽ ഒരു തോടല്ല, എന്നാലും ഒരു കുറച്ചുകൂടെ ഫേം കവറിങ്ങിൻ്റെ ഉള്ളിൽ ആണ് ഈ ജീവിനെ കാണുന്നതെങ്കിൽ അത് ടെസ്റ്റഡ് ഫോംസ് എന്ന്, അല്ലെങ്കിൽ ഹൗസ് ഉള്ള ഫോംസ് എന്ന് നമ്മൾ പറയുന്നു. പിന്നെ പലപ്പോഴും ഈ എൻഡോസ്കെലറ്റൻ ഉണ്ടാക്കുന്നത് കൈറ്റിൻ, സെല്ലുലോസ്, സിലിക്ക മുതലായ മെറ്റീരിയൽസ് വെച്ചിട്ടായിരിക്കും സ്കെലറ്റൻ സ്ട്രക്ചറൽ സപ്പോർട്ട് മെറ്റീരിയൽ ഫോം ചെയ്തേക്കുന്നത്. നമ്മുടെ യുഗ്ലീനയുടെ ഒക്കെ കേസിലാണെങ്കിൽ അതിൻ്റെ പുറമെ കവർ ചെയ്യുന്ന ഒരു
ചുമ്മാ ഒരു മെംബ്രെയിൻ ഉണ്ട്, പെലിക്കിൾ എന്ന് പറയുന്ന. നേക്കഡ് ഫോം അല്ല, പെലിക്കിൾ കാണാം. ഇങ്ങനെ പലതരത്തിൽ ആവാം സ്ട്രക്ചറൽ സപ്പോർട്ട് പ്രോട്ടിസ്റ്റുകളിൽ കാണുന്നത്. സപ്പോർട്ട് എൻഡോസ്കെലറ്റഡ് ആവാം, എക്സോസ്കെലറ്റഡ് ആവാം, നേക്കഡ് ഫോംസും കാണാം. Now, how do these protists respond to environmental stimuli? ബാക്കി ഏത് സെൽസ് റെസ്പോണ്ട് ചെയ്യുന്നത് പോലെ തന്നെയുള്ളൂ ഇവ റെസ്പോണ്ട് ചെയ്യുന്നത്. എൻവയൺമെൻറ്റ് സ്റ്റിമുലായി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൗ ഇറ്റ് റെസ്പോൺസ് ടു ഫുഡ് കിട്ടിയാൽ, അല്ലെങ്കിൽ ടച്ചിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, ലൈറ്റിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, കെമിക്കലിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു. ഇതിനും ബാക്കി ഏത് സെല്ല് റെസ്പോണ്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇതും റെസ്പോണ്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ ഈ സ്റ്റിമുലൈസ് എല്ലാം റിസീവ് ചെയ്യാനും മനസ്സിലാക്കാനും പെർസീവ് ചെയ്യാനും അതിനോട് തിരിച്ച് പ്രതികരിക്കാനും ഒക്കെ പ്രോട്ടിസ്റ്റൻ സെൽസിനും സാധിക്കുന്നുണ്ട്. കാരണം എന്താ, അതിൻ്റെ ഉള്ളിലും ഓർഗൻസ് ഇല്ലെന്നേ ഉള്ളൂ, ഓർഗനൽസ് ഉണ്ട്, അതിന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇത് കൂടാണ്ട് ചില പ്രോട്ടിസ്റ്റുകളിൽ വെപ്പൺസ് ഓഫ് ഒഫെൻസ് ആൻഡ് ഡിഫെൻസ് കാണുന്നുണ്ട്. ഇതിൽ കാണിച്ചേക്കുന്ന ഈ ഒരു സ്ട്രക്ചർ ട്രൈക്കോസിസ്റ്റ് ആണ്. നമ്മുടെ പാരമീസിയത്തിൽ കണ്ടുവരുന്ന ട്രൈക്കോസിസ്റ്റിനെയാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഓക്കെ, നൗ ഓൺ ടു ഇറ്റ്സ് റീപ്രൊഡക്ഷൻ. നിങ്ങളുടെ ടെക്സ്റ്റിൽ നോട്ട്സ് അറ്റാച്ച് ചെയ്തേക്കുന്ന ഭാഗത്ത് കുറച്ചുകൂടെ കാര്യങ്ങൾ റീപ്രൊഡക്ഷനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. നൗ ഐ എം നോട്ട് എക്സ്പ്ലെയിനിങ് ഓൺ ഇറ്റ്, കാരണം ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കേസ് സ്റ്റഡി പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പം അന്നേരം ഇൻ ഫർദർ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഞാനിടാം. ഇപ്പം ജസ്റ്റ് വാട്ട് ഈസ് ഇറ്റ് എന്ന് മാത്രം ഞാൻ പറയുന്നുള്ളൂ. പ്രോട്ടിസ്റ്റുകളിൽ റീപ്രൊഡക്ഷൻ അസെക്ഷൽ വേയിലും സെക്ഷൽ വേയിലും കാണുന്നുണ്ട്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ ഫിഷൻ വഴിയും, അത് ബൈനറി ഫിഷൻ ആകാം, മൾട്ടിപ്പിൾ ഫിഷൻ ആവാം. അതായത് ഒറ്റ സെല്ല് രണ്ടോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതലായോ സ്പ്ലിറ്റ് ചെയ്ത് മാറുന്നത്. ഇത് ഫിഷനാണ് ഈ കാണിച്ചേക്കുന്നത്. ഒരു സെല്ലായിരുന്ന സാധനം നടുക്കൊരു കൺസ്ട്രക്ഷൻ വന്ന് അത് പല സെല്ലുകൾ, രണ്ടോ അതിൽ കൂടുതലോ സെല്ലുകളായിട്ട് ഫിഷൻ ചെയ്ത് ഡിവൈഡ് ചെയ്ത് മാറുന്നതിനാണ് ബൈനറി ഫിഷൻ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് പറയുന്നത്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. സെക്ഷൽ റീപ്രൊഡക്ഷനും പ്രോട്ടിസ്റ്റുകളിൽ കാണുന്നുണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ അത് ഐദർ സിൻഗമി വഴി അല്ലെങ്കിൽ കോൺജുഗേഷൻ വഴിയാണ് ഒക്കെ ചെയ്യുന്നത്. സിൻഗമി അല്ലേ, പേരിൽ തന്നെയുണ്ട്. ഗമി സ്റ്റാൻഡ്സ് ഫോർ ഗമീറ്റ്സ് ആൻഡ് സിൻ എന്താണ്, ജോയിനിങ്. ഓക്കെ, ജോയിനിങ് അല്ലെങ്കിൽ ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം ഇവയിൽ പ്രോട്ടിസ്റ്റുകളിൽ നമ്മളെപ്പോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗമീറ്റ്സ് ആകാം, സിമിലർ ഗമീറ്റ്സ് ആവാം. നമുക്ക് ഡിഫറെൻറ്റ് ഗമീറ്റ്സ് അല്ലേ. ഗമീറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, സ്പേം ആൻഡ് എഗ് രണ്ടും ഡിഫറെൻറ്റ് സാധനങ്ങളാണ് അല്ലേ. അപ്പോൾ ഡിഫറെൻറ്റ് ഗമീറ്റ്സ് ആകാം, അല്ലെങ്കിൽ സെയിം ഗമീറ്റ്സ് ആകാം. സെയിം ആണെങ്കിൽ ഐസോ ഗമീറ്റ്സ് ആകാം, അല്ലെങ്കിൽ അനൈസോഗമീറ്റ്സ് ആകാം. എന്താണെങ്കിലും എങ്ങനെയാണെങ്കിലും ഈ ഗമീറ്റ്സിനെ ഫ്യൂസ് ചെയ്ത് ഒരു സിൻകാരിയോൺ ഉണ്ടാകുന്ന കണ്ടീഷൻ, അതിൽ നിന്ന് അതൊരു പുതിയ ഇൻഡിവിജ്വൽ ഓർഗാനിസമായി മാറുന്ന ഒരവസ്ഥയ്ക്കാണ് സിൻഗമി എന്ന് പറയുന്നത്. കോൺജുഗേഷൻ ആണെങ്കിൽ അതും ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഒരു മെത്തേഡാണ്. ഇവിടെ ഒരു ടെമ്പററി കണക്ഷൻ, രണ്ട് ഇൻഡിവിജ്വൽസ്, രണ്ട് പ്രോട്ടിസ്റ്റുകൾ, ഒരു സ്പീഷീസിൽപ്പെട്ട രണ്ട് പ്രോട്ടിസ്റ്റുകൾ ഒരുമിച്ച് ചേർന്ന് വന്ന് യോജിച്ച് നിന്ന് അതിൻ്റെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഒരു കണക്ഷൻ ഉണ്ടാകുകയും, ഓക്കെ, ആ ഭാഗത്ത് യോജിച്ച് നിൽക്കുന്ന ആ ഒരു പോയിന്റിൽ, ആ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലെ പ്ലാസ്മ മെംബ്രെയിൻ അവിടെ ഡിസോൾവ് ചെയ്ത് പോവുകയും ഒരു പ്രോട്ടിസ്റ്റിൽ നിന്ന് മറ്റ് പ്രോട്ടിസ്റ്റിലേക്ക് ജനറ്റിക് മെറ്റീരിയലിൻ്റെ എക്സ്ചേഞ്ച് നടക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രക്രിയയ്ക്കാണ് കോൺജുഗേഷൻ എന്ന് പറയുന്നത്. അതുമൂലം ഉണ്ടായി വരുന്ന എക്സ്ചേഞ്ച് നടന്ന പുതിയ കോമ്പിനേഷനിലുള്ള ഇൻഡിവിജ്വൽസ് ഉണ്ടായി വരുന്ന പ്രക്രിയയ്ക്കാണ് കോൺജുഗേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അസെക്ഷൽ വളരെ സിമ്പിളാണ്, ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് പാരന്റൽ ഫോം ഡിവൈഡ് ചെയ്ത് പല ഇൻഡിവിജ്വൽസ് ആയിട്ട് മാറുന്നതിനാണ് ഫിഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷനിൽ അതാണ് വരുന്നത്.
അത് ബൈനറി ഫിഷൻ ആകാം, മൾട്ടിപ്പിൾ ഫിഷൻ ആകാം. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ 2 ടൈപ്പ് ഉണ്ട്. സിൻഗമി വേദ ഗമീറ്റ്സ്, ഐസോഗമീറ്റ്സ് ആവാം, അൺഐസോഗമീറ്റ്സ് ആകാം. അത് ഫ്യൂസ് ചെയ്ത് ഒരു സിൻകാരിയോൺ ഉണ്ടായി അതൊരു ഇൻഡിവിജ്വൽ ലായി മാറുന്നൊരവസ്ഥ. അല്ലെങ്കിൽ കോൺജുഗേഷൻ വേറെ 2 ഇൻഡിവിജ്വൽ പ്രോട്ടിസ്റ്റ് അടുത്ത് വന്ന് അത് ഒരുമിച്ചൊരു പെയറായിട്ട് നിന്ന് അത് അതിൻ്റെ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലെ പ്ലാസ്മ മെംബ്രെയിൻ ഡിസോൾവ് ഓഫ് ചെയ്ത് ഒരു പ്രോട്ടിസ്റ്റിൽ നിന്നുള്ള ജനറ്റിക് മെറ്റീരിയൽ അടുത്തതിലേക്ക് എക്സ്ചേഞ്ച്ഡ് ആവുകയും ന്യൂ കോമ്പിനേഷൻസ് ഉണ്ടാവുകയും അങ്ങനെ പുതിയ കോമ്പിനേഷനിലുള്ള പ്രോജനി ഉണ്ടായി വരികയും ചെയ്യുന്ന പ്രോസസ്സാണ് കോൺജുഗേഷൻ എന്ന് പറയുന്നത്. നൗ ആദ്യമേ നമ്മൾ പറഞ്ഞിരുന്നു ഇതിന് ആനിമൽ ലൈക്ക്, പ്ലാന്റ് ലൈക്ക്, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഒരു കാറ്റഗറിയാണ് പ്രോട്ടിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആനിമൽ ലൈക്ക് പ്രോട്ടിസ്റ്റുകളെയാണ് നമ്മൾ പ്രോട്ടോസോവ എന്ന് വിളിക്കുന്നത്. ആനിമൽ ലൈക്ക് ഫീച്ചേഴ്സ് ഉള്ളത്. ആനിമൽ ലൈക്ക് എന്ന് പറയാൻ കാരണം തന്നെ ആനിമൽസിൻ്റെ ഒരു ട്രേറ്റ് എന്താ, ദേ ഹാവ് ദ എബിലിറ്റി ടു മൂവ് ലൈൻ. ഞാൻ പറഞ്ഞു എല്ലാ പ്രോട്ടിസ്റ്റുകളും മൊബിലിറ്റി കാണിക്കുന്നവയല്ല. അപ്പോൾ മൊബിലിറ്റി ഉള്ളവയാണെങ്കിൽ അതിന് അതിൻ്റേതായ ലോക്കോമോഷന് സഹായിക്കുന്ന സ്ട്രക്ചേഴ്സ് കാണും. സീലിയോ ഫ്ലജലിയോ സ്യൂഡോപോഡിയോ ഒക്കെ കാണും. അങ്ങനെയുള്ളതിനാണ് നമ്മൾ ആനിമൽ ലൈക്ക് പ്രോട്ടിസ്റ്റ് അഥവാ പ്രോട്ടോസോവ എന്ന് വിളിക്കുന്നത്. എന്തെയാ ഹെറ്ററോട്രോഫിക് ഇൻ നേച്ചർ, അതവരുടെ ഫീഡിങ് മോഡാണ്. അതായത് ഓട്ടോട്രോഫിക് ഫോംസ് അല്ല, മെയിൻലി പ്രോട്ടോസോവൻസ് ഹെറ്ററോട്രോഫിക് ആണ്. They rely on food from other living forms. Then ഈ കാറ്റഗറിയിൽ വരുന്നത് പ്രോട്ടോസോവൻസ് ആണ് മിക്കപ്പോഴും പാരസിറ്റിക് ഫോംസ് ആയിട്ട് ആക്ട് ചെയ്യണം. നമ്മളിൽ പല അസുഖങ്ങളും, നമ്മളിലും കന്നുകാലികളിലും ഒക്കെ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന പലപ്പോഴും ഈ പ്രോട്ടോസോയിൽ വരുന്ന പ്രോട്ടിസ്റ്റുകളാണ്. പിന്നെ ഇതിന് ഫുഡ് വാക്യൂളും സെൽ മെംബ്രെയിനും ഒക്കെ ഉണ്ട്. ഇനി പ്ലാന്റ് ലൈക്ക് പ്രോട്ടിസ്റ്റുകൾ അവർ മൊബിലിറ്റി കുറവായിരിക്കും, സെഡൻറ്ററി ഫോംസ് ആണ് മിക്കതും. ഇവയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഏതൊരു ഫുഡ് ചെയിനിലും, പ്രധാനമായിട്ടും മെറൈൻ ഫുഡ് ചെയിനിൽ പ്ലാന്റ് ലൈക്ക് പ്രോട്ടിസ്റ്റ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. പ്ലാന്റ് ലൈക്ക് പ്രോട്ടിസ്റ്റിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മുടെ ആൽഗ. ഓക്കെ, അവ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ്? അവയില്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് നടക്കുമോ? ഇല്ല, പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആണ്. സോ ആ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പ്രൊഡ്യൂസേഴ്സ് ഇല്ലെങ്കിൽ നെക്സ്റ്റ് ലെവൽ, സെക്കൻഡറി പ്രൊഡ്യൂസേഴ്സ്, പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ഇല്ലെങ്കിൽ കൺസ്യൂമേഴ്സും ഹയർ ഓർഗാനിസംസിനും നിലനിൽപ്പില്ല. അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ് ലൈക്ക് പ്രോട്ടിസ്റ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ആസ് ഫാർ ആസ് ലിവിങ് തിങ്സ് ആർ കൺസേൺ ആൻഡ് ആസ് ഫാർ ആസ് മെറൈൻ ലൈഫ് ഇസ് concerned, and is responsible for 40% of photosynthesis that is occurring. ഇതിന് ഡെഫിനറ്റ് ആയിട്ടും ഫോട്ടോസിന്തസിസ് നടക്കുന്നത് കൊണ്ട് തന്നെ ക്ലോറോഫിൽ എന്ന പിഗ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. നെക്സ്റ്റ് ഇസ് ദ ഫംഗൈ ലൈക്ക് പ്രോട്ടിസ്റ്റ്. ഫംഗൈ ലൈക്ക് പ്രോട്ടിസ്റ്റിന് കുറച്ച് പ്ലാന്റ്സിൻ്റെ പോലത്തെ ക്യാരക്ടറിസ്റ്റിക്സ് കാണുന്നുണ്ട്. പ്ലാന്റ്സിനെ പോലെ സെൽ വാൾസ് കാണുന്നുണ്ട്. കൈറ്റിൻ അടങ്ങിയ സെൽ വാളാണ് കാണുന്നത്. ഇവയും ഹെറ്ററോട്രോഫി കാണിക്കുന്നുണ്ട്. എന്താണ്, പ്ലാന്റ്സിനെ പോലെ ഓട്ടോട്രോഫി അല്ല അത് കാണിക്കുന്നത്. പ്ലാന്റ്സിനെ പോലെ ഫോട്ടോസിന്തറ്റിക് ഫോംസ് അല്ല, പക്ഷെ വേറെ ഓർഗാനിസത്തിനെ റിലൈ ചെയ്താണിത് സസ്റ്റെയിൻ ചെയ്യുന്ന ഭക്ഷണം കണ്ടുപിടിക്കുന്നത്. ദെൻ ഇവയുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ദേ റിലീസ് സ്പോർസ് ഇൻ ടു ദ കുഞ്ഞു സ്പോർസ് ദേ റിലീസ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ ആൻഡ് റീപ്രൊഡ്യൂസ്. ഇതിന് ചെറുതായിട്ട് മൂവ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്, പക്ഷേ മോട്ടിലിറ്റി വളരെ അധികം റിസ്ട്രിക്റ്റഡ് ആണെന്ന് മാത്രം, വളരെ കുറച്ചായിട്ടേ മൂവ്മെൻറ്റ് നടക്കത്തുള്ളൂ എന്ന് മാത്രം. ഇനി ഓൺ ടു ദ സിഗ്നിഫിക്കൻസ്, നമ്മൾ മെൻഷൻ ചെയ്ത് വിട്ടത് തന്നെയാണ് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആണ് മറൈൻ എക്കോസിസ്റ്റത്തിനെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും. അതുകൊണ്ട് തന്നെ ഓക്സിജൻ്റെ മെയിൻ കോൺട്രിബ്യൂട്ടർ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഡീകമ്പോസർ ആണ്. ബാക്കി യു ക്യാൻ റീഡ് ത്രൂ ഓൾ ദോസ് പോയിന്റ്സ്. ഇതിൽ കൂടുതൽ അതിനൊരു എക്സ്പ്ലനേഷൻ വേണമോ എന്ന് നോക്കുക. എന്തെങ്കിലും വേണമെങ്കിൽ ഐ ക്യാൻ എക്സ്പ്ലെയിൻ ഇറ്റ്. സിംബയോസിസ് എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് അവിടെ കൊടുത്തേക്കുന്നത്. ഫുഡ് ഇൻഡസ്ട്രിയിലും നമ്മുടെ അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയിലും റിസർച്ചിലും ഒക്കെ ഇത്